ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്നൊരു കിടിലം പോലത്തെ റാങ്ക്ഡ് മാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഗൈസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്നത്തെ ഇങ്ങനത്തെ ഒരു മാച്ച് കിടിലം പോലത്തെ ഒരു മാച്ച് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര നാളെ നീ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെ നീ എപ്പോഴാണ് പെട്ടെന്ന് മൊട്ട് പൊളിച്ച് വന്നേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതെ ഗൈസ്, കുറച്ച് ബിസി ആയിപ്പോയി. അത് ഓരോരുത്തർക്കും ഓരോരോ അവരുടേതായ കാര്യങ്ങളിൽ കുറേ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. സോ അതിലൊന്ന് പെട്ടുപോയതാണ്. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസം മാറ്റി വെച്ച് നാളെ എൻ്റെ തിരക്ക് വീഴും, മറ്റന്നാൾ എൻ്റെ തിരക്ക് വീഴും എന്നൊക്കെ വിചാരിച്ച് ഞാൻ നിന്ന സമയത്തുണ്ടല്ലോ കളി അങ്ങ് കുറേ ദിവസം അങ്ങ് പോയി. സോ ഒന്നും കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ടച്ച് സത്യമായിട്ട് വിട്ടുപോയി. ഗെയിമിൽ കയറിയപ്പോൾ ഇതേതാ ലോകം എന്ന് വരെ ഞാൻ തോന്നിപ്പോയി കേട്ടോ. എന്തായാലും അങ്ങനെ കളിക്കുന്ന ഒരു കിടുക്കം പോലത്തെ ഒരു മാച്ച്, ഫസ്റ്റ് മാച്ച്, അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു മാച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും കുറേ നാളായിട്ട് ഗെയിം നിർത്തിയ ആൾക്കാരാണെങ്കിലും സോ അങ്ങനെയുള്ള ആൾക്കാർ കുറേ പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങൾ കുറേ നാളായിട്ട് ഗെയിം നിർത്തിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിച്ചു പോകുക ഗൈസ്. സത്യം പറഞ്ഞാൽ കിളി പാറും ഉറപ്പാണ് കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് എനിക്ക് പരിചയമുള്ള എൻ്റെ സിജോ ചേട്ടനുണ്ട്, കൂടെ തന്നെ വേറെ 2 മലയാളികളും നമ്മളോട് ഈ ഒരു മാച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എങ്ങോട്ടേ ഇറങ്ങേണ്ടതെന്ന് നോക്കിയിട്ട് നേരെ മാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ഒരു സ്കോഡ് നമ്മളോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വന്നിറങ്ങി ഒരുത്തിന് അടിക്കാൻ വേണ്ടി നോക്കി നല്ല പട്ടിയെ പോലെ അമ്പതടിയൊന്നും അടി കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയാം കിട്ടുമെന്ന്, എന്നിട്ട് ഞാൻ അവൻ അടിക്കാൻ വേണ്ടി നോക്കില്ല. ആ ധൈര്യം ചാൾസ് സോമജ രാംജി ഒരാളുണ്ടായിരുന്നല്ലോ ഇവിടെ. ഓക്കെ, ആ ചങ്ങായിക്ക് പോലും കണ്ടിട്ടില്ല നിങ്ങൾ പലരും പറയും. എനിക്കറിയാം കാര്യം എന്താണ് കേസ്. നല്ല പട്ടിയെ പോലെ നിന്ന് ബോഡി ഷോട്ട് കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഡ്രാഗ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കിളി എൻ്റെ പാറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കേസ് നല്ല കിടിലും ടീംമേറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്കുണ്ടല്ലോ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് ആ ഒരു സ്കോഡിലെ 3 പേരെ നമ്മൾ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കോഡിങ് എടുത്ത് ബാക്കി ഒരുത്തനാണെങ്കിൽ ജീവനും കൊണ്ട് അയ്യോ അമ്മയെന്ന് പറഞ്ഞ് വടുവെട്ടി ഓട്ടുണ്ട്. അവൻ ഓടിയ സ്ഥലത്ത് പുല്ല് പോലും മുളിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അമ്മാതിരി ഓട്ടമാണ് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒറ്റ ഒരുത്തം പോയിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ റിവൈവ് ചെയ്തിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി ഓടിപ്പടിച്ച് വരുമോ, അതോ അവന്മാരെ ഹോൾഡ് ചെയ്ത് ഈ മാച്ച് ബൂയി അടിക്കണം എന്നൊക്കെ വിചാരിച്ച് ഒളിച്ചും പാത്തും കയറി നിൽക്കുമോ, നമുക്ക് ഈ ഒരു മാച്ച് കണ്ടിന്യൂ സെഷൻ നമുക്ക് മനസ്സിലാക്കാൻ വരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ച് കയറിയ സമയത്ത് തന്നെ നമ്മുടെ കൂടെയുള്ള ടീമേറ്റ് സുജോചാനാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ പുഷ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറന്റ് മാസ്റ്റർ 1 സ്റ്റാർ സംതിങ് എത്തിയിട്ടുള്ളൂ. നമ്മൾ സ്ലോ ആയിട്ട് കളിച്ചെത്തുന്ന ടീംസിൽ പെടുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ സീസൺ ആണെങ്കിൽ സുജോചേട്ടൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി പറ്റും. ഞാൻ കഴിഞ്ഞ സീസൺ ഉണ്ടല്ലോ ഗ്രാൻഡ് മാസ്റ്റർ കയറിയിട്ടുണ്ടായിരുന്നു. അത് കയറിയ കഴിഞ്ഞ പാടെ എനിക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് കേസ് ഞാൻ കളിയൊക്കെ നിർത്തിയിട്ട് കുറച്ചധികം കാലമായിട്ട് തന്നെ ഗെയിമിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മാച്ചിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞ സീസൺ ഗ്രാൻഡ് മാസ്റ്റർ അടിച്ച് വിചാരിച്ച് ഈ ഒരു സീസൺ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കും എന്ന് ഒരിക്കലും ഉറപ്പ് പറയുന്നില്ല. കാര്യം ഈ ഒരു സീസൺ എന്താണുണ്ടല്ലോ എനിക്ക് റിക്കവറി ടൈമായിട്ട് വേണം. അതായത് ഗെയിമിലേക്കൊന്ന് പരിചയപ്പെട്ട് ഗണ്ണൊക്കെ യൂസ് ചെയ്താൽ പഠിച്ച് മര്യാദക്കൊന്ന് ഓടാൻ പഠിക്കാന്നൊക്കെ പറഞ്ഞില്ല നമ്മൾ പണ്ട്. സോ ആ ഒരു സ്കീമിന് നൈസായിട്ട് ഓടാൻ പഠിച്ചതിന് ശേഷം എന്താണ് നമുക്ക് കിടിലം പോലത്തെ ഗെയിം പ്ലേ കാര്യങ്ങളും അതേപോലെ റാങ്ക് പുഷിങ്ങുകളൊക്കെ നമുക്ക് ഒന്നിനും തുടങ്ങാം. സോ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിലൂടെ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്ലീസ് ഗൈസ് താഴെ നോക്കുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഗൈസ് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ പുതിയ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തും. സോ അത് പണ്ടായിരുന്നു. ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ ആ ഒരു കമൻറ്റ് ബോക്സിൻ്റെ സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അതൊന്ന് പിടിച്ച് നോക്കിയിട്ട് മാക്സിമം ഒന്ന് ഹൈപ്പ് പെട്ടെന്ന് തന്നെ കേസ് ചെയ്യുവാണെങ്കിൽ കുറേ ആൾക്കാരിലേക്ക് എത്തും. കുറേ എന്താണ് കുറച്ചധികം കാലമായിട്ട് നമ്മുടെ വീഡിയോ കാണാത്ത ആൾക്കാരൊക്കെ ആയതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഒന്നും പ്രോപ്പർലി പോകത്തില്ല. സോ അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് അതും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നേരെ പോസ്റ്റിലേക്ക് വന്ന സമയത്ത് ഒരു എനിമി ആണെങ്കിൽ ഓപ്പണിൽ കൂടെ അങ്ങ് ഓടുമായിരുന്നു. ഞാനൊന്നും നോക്കില്ല, പൂച്ചാൻ്റെ അങ്ങ് വാരി വരച്ച് അവൻ്റെ നെഞ്ചത്തേക്ക് വെച്ചിട്ടുണ്ടല്ലോ അവൻ ഓടി ആ വീട്ടിൽ കയറിയ രക്ഷപ്പെടാന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും അവൻ്റെ ടീമേറ്റ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ടീമേറ്റ് അടുത്തേക്ക് പോയിട്ടാണ് അളിയെ രക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞ് കയറി ചെന്ന് അവനും കൂടെ കൂട്ടി നമ്മളെ അടിക്കാൻ വേണ്ടി നോക്കിയത്. അവരുടെയൊക്കെ സമ്മതിച്ചില്ല, അവനെയും കൂടെ അടിച്ച് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും രണ്ടാമത്തെ അടിച്ചതിന് സത്യമായിട്ട് എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. കൂടെ ഉള്ളവരാണ് അവനെ പട്ടിയാക്കി വെച്ചിട്ട് ഞാൻ നക്കി എടുക്കുവാണ് കില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കും കേട്ടോ. അഥവാ അങ്ങനെ ഞാൻ കുമ്മൻ അടിക്കുവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കുക ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. കാര്യം എന്താണ് കേസ് സത്യമായിട്ട് ഞാൻ കുറച്ച് നല്ലവനായി പോയി, അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ തലയുടെ മണ്ടയ്ക്ക് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് തേങ്ങ എനിക്ക് മനസ്സിലാകുന്നില്ല. സോ ഈ ഒരു സാധനം എന്താണെന്ന് ഞാൻ ടീമേറ്റ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഡെയിലി ഗെയിമിൽ കയറി കളിക്കുന്നതാണ്. സോ എനിക്ക് ഇതിനെപ്പറ്റി വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് എനിമീസിനെ ഉണ്ടല്ലോ തൊട്ടടുത്തുണ്ടെങ്കിൽ അവരെ സ്പോട്ട് ചെയ്ത് കാണിക്കും. അതേപോലെ നമ്മളെയും എനിമീസിനെ സ്പോട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഒരു വലിയൊരു സംഭവം ഇതാ ഇപ്പോൾ നമ്മുടെ റിവേ പോയിന്റ് കിടക്കുന്നില്ല, ഇതേപോലത്തെ ഒരു സാധനം സൂര്യൻ്റെ സാധനം നേരത്തെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും. നമ്മളത് പോയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനത്തെ ഒരു സൂര്യൻ തലയിൽ ഉദിച്ച് വരും എന്നൊക്കെയാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് ഞാൻ പോയ സമയത്ത് ആ ഒരു മാസ് ഇലക്ട്രിക്കിന് ഞാൻ തോന്നുന്നു എവിടുന്നോ എൻ്റെ തലയിലേക്ക് വലിഞ്ഞ് കയറിയതാണ് കേട്ടോ. അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും കേസ് ഓപ്പണിൽ ആ ബങ്കറിൻ്റെ അവിടെ സ്കോഡ് ഉണ്ടായിരുന്നു. സ്കോഡിൽ 2 പേരുണ്ടായിരുന്നു. അമ്മ 2 പേരെ അടിച്ച് ഉറക്കി ഏതാ അടി ഒന്നും പറയണ്ട കേസ്. ഇപ്പോഴത്തെ SKS എന്നൊക്കെ പറഞ്ഞ വിഷയം കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞ കേസ് ഞാൻ ഇപ്പോൾ ഗെയിമിലേക്ക് വന്ന സമയത്ത് എന്നോട് ആദ്യം ചോദിച്ചിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗെയിമിലെ ഏറ്റവും OP ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് SKS ആണെന്നാണ് പറഞ്ഞത്. കാര്യം 100 ഡാമേജ് ഒക്കെ ചുമ്മാ കണ്ണും പൂട്ടി കൊടുക്കാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ACTക്ക്
ഒന്നും വലിയ പവറില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഗൈസ് AC ഏറ്റിക്ക് നല്ല കിടിലം പോലത്തെ ഒരു സ്കിൻ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് ഞാൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പറ്റും കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് അതിങ്ങനെ അത് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വിഷയം സാധനം എന്ന് വെച്ചാൽ അത് വിഷയ സാധനം തന്നെയാണ് കേട്ടോ. ആ ഒരു താഴേക്ക് ആ ഒരു ഫാക്ടറി സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു എരുമീനെ കണ്ടു. അവൻ എവിടെ നിന്ന് അടിക്കുന്നത് കണ്ടില്ല. അതുകൊണ്ട് ഒരു പൂച്ചാണ്ടിട്ട് അവനെ സ്പോട്ട് ചെയ്യാനാണ് നോക്കിയത്. പക്ഷേ നല്ല കിടില സ്പോട്ടിലാണ് ഒളിച്ചിരിക്കുന്നത് കേട്ടോ. അവൻ ആ ഇരിക്കുന്ന സ്പോട്ടിൽ നിന്ന് എനിക്ക് എന്തായാലും കേസ് അവനെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ ബാക്കിലേക്ക് പോയിട്ട് ആവശ്യമുള്ള ലൂട്ടും കാര്യങ്ങളും എല്ലാം ഒന്നെടുത്തൊന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം അവനെ അടിക്കാം. ഇല്ലെങ്കിൽ ചുമ്മാ പൊട്ടറെ പോലെ പോയിട്ട് എൻ്റെ കില്ല് അവർ കൊടുക്കുന്നവർക്ക് അങ്ങനെ വഴിയെ പോകുന്ന അണ്ടര അടകൊണ്ടൊന്നും ആ ഒരു കില്ല് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ നൈസായിട്ടുണ്ടല്ലോ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഹിറ്റ് ലിസ്റ്റ് മണ്ടയ്ക്ക് പറന്നിറങ്ങുവാണോ അവൻ ആ ഒരു ടവറിൻ്റെ പുറകിൽ ഒളിച്ച് നിൽക്കുവാണ്. അല്ല കേസ് പറന്നിറങ്ങിയതാണ് കേട്ടോ. എന്തായാലും വന്നവരെ തന്നെ കേസ് അവനെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും എൻ്റെ മോനെ സ്കൈലറൊക്കെ പോകുന്ന പോക്കുണ്ട്. കൂടെ ടീമേറ്റ്സ് വിഷയം കേട്ടോ. അവനാണെങ്കിൽ ആ ഒരു ഷെഡിനകത്ത് തന്നെ നിന്നിട്ട് പുറത്തേക്ക് വരാതെ നൈസായിട്ട് കേസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉണ്ടല്ലോ ആ ഒരു SKS 73 ഒരു ഡാമേജ് കൊടുത്തു. അടുത്തൊരു ഡാമേജ് 100ന്റെ 173 ആ ഒരു കില്ല് കിട്ടി കേട്ടോ. എന്നാൽ കേസ് ഇങ്ങനത്തെ മാർക്ക്മാൻ റൈഫിൾസ് ഇല്ലേ, അതായത് SKS, AC-8, വുഡ്പെക്കർ അങ്ങനത്തെ ഉള്ള ഗൺസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എനിക്കുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ പെട്ടെന്ന് കില്ല് കിട്ടും. കൂടുതലുള്ള ടീമേറ്റ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നൈസായിട്ട് കേസ് ഒരടിക്ക് 100 ഡാമേജ് ഒക്കെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ ഷോർട്ട് റേഞ്ചിൽ പോയി അത്രയും ഗ്ലൂ ആളൊക്കെ ഇട്ട് ഓവരെ അടിച്ച് ഒന്ന് ടെൻഷനാക്കി കുറേ 2-3 ഡാമേജും കൊടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു 105 ഡാമേജിൽ ആ കില്ല് ചാരിങ് എടുക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഡാമേജ് കൊടുത്ത് എടുക്കുന്നതിനാണ്. പക്ഷേ ഒറ്റ ഷോട്ട് തന്നെ എടുക്കുന്നതാണ്. ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. നോ കമൻറ്റ്സ്. സോ ഇതേപോലെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കണം കേസ്. സത്യമായിട്ട് ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത് കളിക്കണം. ഇങ്ങനെയാണ് കളിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇതിന് അവസാനം കേസ് കുമ്മൻ എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇതിനെയാണ് സപ്പോർട്ടിങ് ടീമേറ്റ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. കൂടെ ഉള്ളവനെ തന്തയ്ക്ക് വിളിക്കാത്ത എന്തായാലും ഭാഗ്യം കുഴപ്പമില്ല. എന്നാലും കേസ് ബാക്കിയുള്ള ആൾക്കാരെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മാച്ചിനകത്ത് മൊത്തമുണ്ടല്ലോ 10.4 റേറ്റിംഗ് ഗൈസ്. ഓക്കെ, സിൽവർ സ്റ്റാർ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ മാച്ചിനകത്ത് നോക്കുകയാണെങ്കിൽ 33 പേര്. എത്ര പേര് എൻ്റെ മോനെ, ഇത്ര നേരമായിട്ട് 33 പേര് സ്റ്റിൽ ഈ ഒരു മാച്ചിനകത്ത് തലവാണെന്നേ പറയുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു മാച്ചിനകത്ത് 6 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ എല്ലാവരും വേറെ വേറെ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. സോ ഈ പൈപ്പ് ലൈൻ്റെ മണ്ടയ്ക്ക് ഏതൊരു എനിമി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു ഇത് കണ്ടില്ലേ കേസ്, ആ ഒരു ഹിറ്റ് ലിസ്റ്റിൻ്റെ സാധനം കണ്ടില്ലേ, അത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ തലയിൽ ആ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതുകൊണ്ട് കാണിക്കുന്നതാണെന്നാണ് ഈ ടീമേറ്റ്സ് പറഞ്ഞത്. എനിക്ക് സത്യമായിട്ട് മനസ്സിലായില്ല. 6 ഹിറ്റ് ലിസ്റ്റ് മേടിച്ചെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മണ്ടയ്ക്ക് കയറിയപ്പോഴത്തേക്കും പരിചയമില്ലാത്തോണ്ട് അത് തോന്നുന്നു നേരെ താഴേക്ക് വരും. മുഖത്ത് കാണിക്കാൻ വേണ്ടി പാടില്ലല്ലോ, കൈതട്ടിപ്പോയതാണ്. സോ കേസ് ഞാൻ താഴെ ഇറങ്ങി തന്നെയാണ്. കാര്യം എന്താണ് ആ ഒരു ക്ലോക്ക് ടൗണിയുടെ എനിമി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും സമാളിക്കാമല്ലോ. സോ അതുകൊണ്ട് നൈസായിട്ടുണ്ടല്ലോ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഡ്രോപ്പ് അടിക്കുന്നുണ്ടായിരുന്നു ഒരു എനിമി. എന്തായാലും അവനെ കയറി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കിലൂടെ കിട്ടി നമുക്ക് 7 കില്ലാവും എന്നൊക്കെ വിചാരിച്ച് നേരെ വന്ന് മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് 2 സ്കൈലർ ഇതാ പറന്ന് അങ്ങോട്ട് ആ ഒരു ഡ്രോപ്പിനടുത്തേക്ക് പോകുന്നതാണ് കണ്ടോ കേട്ടോ. എന്തായാലും കൂടെ ഉള്ളവന്മാരാണെങ്കിൽ ആ ഒരു കില്ലെടുത്തു. നമ്മൾ വെറുതെ അവിടെ വരെ പോയി ഇതാ പിന്നെയും വന്നിരിക്കുന്നു. ഇവിടെ ഹിറ്റ് ലിസ്റ്റ് ഒക്കെ പിന്നെയും മേളിലേക്കും താഴേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ആളെ കളിയാക്കുമെന്ന് എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും കേസ് ആ ഒരു സംഭവം എനിക്ക് അങ്ങോട്ട് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സൂര്യൻ തല ഉദിച്ച് നിൽക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ എങ്ങനെയൊക്കെ എനിമീസിനെ കാണിക്കും. ഞാനാണ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു എനിമിനെ കാണത്തും ഉണ്ടായിരിക്കത്തില്ല കേട്ടോ. എന്തായാലും ടീമേറ്റ് നമ്മുടെ സജസ്റ്റനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഈ ഗണ്ണൊന്നും അടിച്ച കാര്യം അയാളുടെ അടുത്ത് കുറേ കോയിന് കിരിപ്പട്ടെ എത്ര കില്ല അയാൾ വാരി എടുത്ത് അറിയാവോ കേസ്. ഓക്കെ, അയാളുടെ കിൽ ഫീൽഡ് നോക്കിയാൽ തന്നെ കുറേ കില്ലുകളൊക്കെ എടുത്താടി കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കുള്ള കോയിൻ ഇരിപ്പുണ്ട്. പിന്നെ മാത്രമല്ല അയാളുടെ കയ്യിലാണ് ആ ചുറ്റികയുള്ളത്, അപ്ഗ്രേഡ് ചെയ്യുന്ന ചുറ്റികയുള്ളത് കേട്ടോ. എന്തായാലും നമ്മുടെ 2 ഗണ്ണും SKSും അതേപോലെ കേസ് MP40 യൂസ് ചെയ്തോ ദൈവമേ, കാലിൽ വെച്ച പറിക്ക് വെച്ച തലക്കോലും കൊള്ളത്തില്ല. ഓക്കെ, അമ്മാതിരി ഊമ്പിയ ഗണ്ണാണ് ഇപ്പോൾ കറണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത്. ഞാൻ ആരെയും പറയുന്നില്ല, ഞാൻ എന്നെ തന്നെ പറയുന്നതാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒന്ന് റെഡിയായി വരാൻ കുറച്ച് ദിവസം എടുക്കൂടെ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. വന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സീനാണ് കേട്ടോ. സത്യമായി റെഡി ആവുന്ന ടൈം മാത്രമല്ല, റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് വിഷയമായിരിക്കും. നമുക്ക് ആ കോയിനൊക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ. ഇവിടുത്തെ ആ ലൂട്ട് വെട്ടിക്കകത്ത് അത്യാവശ്യം വേണ്ട ബുള്ളറ്റും കുറച്ച് ത്രോബിൾസ് അല്ല ആ ഒരു ഹീലിംഗ് അല്ലേ കേസ്, അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി വണ്ടി എടുത്ത് പോകുന്നുണ്ടായിരുന്നു. ജീപ്പാണ്, അടിച്ചാൽ കൊള്ളൂല, കാര്യം അവന് പവർ ഉണ്ടായിരുന്നു കേട്ടോ. ആ മിഷ ക്യാരക്ടറൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത സമയത്ത് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി അടിക്കും. അതുകൊണ്ട് കുറച്ച് ദൂരെയൊക്കെ പോയിട്ട് ഇനി നമുക്ക് അടിക്കാം എന്നൊക്കെ പറഞ്ഞ് 2-3 വെടിയൊക്കെ വെച്ച്. പക്ഷേ കേസ് കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. കാര്യം SKSനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അവനവിടെ തീരും. എനിക്ക് ഉറപ്പാണ് ലോങ് റേഞ്ച് ഞാൻ കുറച്ച് സീനാണ് SKS കിട്ടിക്കഴിഞ്ഞാൽ. എന്നാൽ അടിക്കാൻ വേണ്ടി നോക്കി നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോഴത്തേക്കും മാസിലോട്ടൊക്കെയാണെങ്കിലോ ഏതോ ഒരു റിവൈവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വന്നിറങ്ങിയതല്ല, ഞാൻ കുറച്ച് പ്രോ പ്ലെയറാണ്, വേറെ ലെവലാണ്, കേരള പോലെ അവിടെ പ്രോ പ്ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കയറിച്ച് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവന്മാർ കാലേ വാരി അടിച്ചിട്ട് ഉറക്കി കളയും. സോ അതുകൊണ്ട് എന്താണ് വെറുതെ റിസ്ക് എടുക്കണ്ട. കൂടെ ആൾക്കാരൊക്കെ വരട്ടെ, നമ്മുടെ ടീമേറ്റ്സ് ഒക്കെ ഉള്ളതല്ലേ. സോ അവന്മാരൊക്കെ വന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള ആൾക്കാരെ വള്ളി പിടിച്ചടിക്കാൻ വേണ്ടി പോകാനൊക്കെ വിചാരിച്ച് ഞാൻ ഒന്ന് ഹോൾഡാക്കി എടുക്കുവാണ്. ഞാൻ സൈഡിലേക്ക് ഇടേ ആരുമില്ല എൻ്റെ അടുത്ത്, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മോനൊക്കെ സത്യം പറയാലോ, ഇപ്പോൾ ആ ഓട്ടോ എടുത്ത് പോയവനില്ലേ, അവനെ ചുമ്മാ ഒന്ന് അടിച്ചാൽ തന്നെ ആ ഓട്ടോയും തിരിച്ചാൽ നെഞ്ചത്തേക്ക് വന്ന് കയറ്റും. സോ അതുകൊണ്ട് ഒന്ന് ഹോൾഡാക്കി നിൽക്കാം ബെറ്റർ. എവിടെയൊക്കെ എനിമി എന്നുള്ള കാര്യം മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ. ഒരുത്തരാണ് ഓട്ടോ എടുത്ത് പോസ്റ്റിനെ കൂടെ കറങ്ങുന്നുണ്ട്, വേറൊരുത്തരാണെങ്കിൽ ജീപ്പ് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു, വേറൊരുത്തരാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു മാസിലാണെങ്കിൽ മാസിലെ ട്രക്കിൻ്റെ സൈഡിലാണെങ്കിൽ നിന്ന്
പൊക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ടീമേറ്റ്സ് നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഒരുമിച്ച് ഇറങ്ങി റഷാക്കാം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് ആമാരാണ് വരുന്നില്ല. സോണിനകത്ത് എന്താ നീ ചെയ്തുകൊണ്ടിരിക്കണേ? ആമാർ ക്ലോക്ക് ടവറിൽ നിന്ന് ഏതൊരു സ്കോഡിനെ കണ്ട് വള്ളിയും പിടിച്ച് ആമാരെ കൊന്നിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. ഞാൻ ചോദിച്ച സമയത്ത് ആമാർ അത് തന്നെ പറഞ്ഞ് ക്ലോക്കിൽ നിന്ന് ടീം കയറി വരുന്നുണ്ട്, ആമാരെ അടിക്കാൻ വേണ്ടി നിൽക്കുവാന്നാണ് പറഞ്ഞത്. സോ എന്നാലും അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു കില്ല് കിട്ടി കഴിഞ്ഞാൽ അത്ര ആയില്ലേ എന്നൊക്കെ വിചാരിച്ച് നൈസ് അടിക്കേസ് ഞാൻ അങ്ങോട്ട് പോയി നോക്കുമ്പോഴത്തേക്ക് ആമാർ താണ്ട് ഇങ്ങെത്തിയിടേ. അപ്പോൾ എനിമീസൊക്കെ തീർന്നു. അപ്പം ഞാൻ ഇവിടെ വരെ വെറുതെ വന്നതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവന്മാർ വന്നതല്ലേ, നമ്മുടെ ടീമേറ്റ് എല്ലാവരും അടുത്തടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ പോസ്റ്റിലേക്ക് റഷ്യ നോക്കുന്ന സമയത്ത് തൊട്ട് ആ ഒരു വീടിൻ്റെ മണ്ടയ്ക്ക് നല്ല കിടിയിലനടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനെ അടിച്ചിട്ടുണ്ട്, കുനായ ഇട്ടു, നമ്മുടെ ആ പൂച്ചാണ്ടി ഇട്ട് അവനെ അങ്ങ് പട്ടിയാക്കി വിട്ടിട്ടുണ്ടല്ലോ. അവന് മുമ്പിലേക്ക് അങ്ങ് റഷ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓപ്പണിൽ കൂടെ റഷ് ആക്കുന്നില്ല, കാര്യം ഓപ്പണിൽ കൂടെ റഷ് ആയി കഴിഞ്ഞാൽ അറിയാലോ, ഉള്ള ഗ്ലൂ വാൾ മൊത്തം തീരുകയും ചെയ്യും, നല്ല പട്ടി അടി കിട്ടുകയും ചെയ്യും കേട്ടോ. സോ അതുകൊണ്ട് നൈസ് അടിക്കേസ് വീടിനകത്തൂടെ നമ്മുടെ ആ വീടിൻ്റെ മണ്ടയ്ക്ക് ആരുടെ ഗ്രനേഡ് എറിഞ്ഞ് നല്ല കിടുക്കും ഗ്രനേഡ് കേട്ടോ, ഒന്നും പറയാല്ല കേസ്. വിഷയം ആ ഗ്രനേഡാണ് 2020 ദി ബെസ്റ്റ് ഗ്രനേഡ് നമ്മൾ പട്ടം കൊടുക്കാൻ വേണ്ടി പോകും. നല്ല കിടുക്കാൻ ഗ്രനേഡ്, ഒന്നും പറയാനില്ല വിഷയം കേട്ടോ. ആ എറിഞ്ഞ ആരാണെങ്കിലും വേറെ ലെവലാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എന്തായാലും ആ വീടിൻ്റെ മണ്ടയ്ക്ക് വന്ന് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ ഈ ടെറസിൻ്റെ മണ്ടയ്ക്ക് വേറൊരു എനിമി നിൽക്കുന്നുണ്ട്. അവൻ എപ്പോൾ വേണമെങ്കിലും അപ്പുറത്ത് ഇതേപോലെ തന്നെ ബാൽക്കണിയിലേക്ക് അങ്ങോട്ട് ചാടി ഇറങ്ങി നമുക്കൊരു സർപ്രൈസ് അറ്റാക്ക് തരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനത്തെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ സത്യമായിട്ടുണ്ടല്ലോ ആ കളി നിർത്തി അൺഇൻസ്റ്റാൾ ചെയ്ത് പോവുക. കാര്യം നമ്മുടെ ടീമേറ്റ്സ് ഒരുത്തൻ ഡൗൺ ആയിട്ടാ കൂടിയാരാ എൻ്റെ മോനെ കൂടി ഈ നമ്മുടെ ടീമേറ്റ് വന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ എനിമിയാണെന്ന് വിചാരിച്ചത്. സോ ഒരുത്തനുണ്ടല്ലോ നല്ല കിടീരം പോലെ ആ പൂച്ചാണ്ടി ഇട്ടിട്ട് ഒന്ന് കയറി കേസ് പ്രീ ഫയർ ചെയ്ത് നല്ല 2 ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലെങ്ങാനും കില്ലിട്ടിരുന്നെങ്കിൽ വേറെ ലെവൽ 1000 IQ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് സ്പാം ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ആ കാര്യം മറന്നുപോയല്ലോ. അതായത് ഗൈസ് നമ്മുടെ ഗെയിം പ്ലേ വീഡിയോ പണ്ടോട്ടേ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാ വീഡിയോസിനകത്തും ജസ്റ്റ് ഒരു കാര്യം പറയും, എന്താണ് സീക്രട്ട് കോഡാണ്. കാര്യം ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ട് ശ്രദ്ധിച്ച് തന്നെയാണ് ഇരുന്ന് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുണ്ടല്ലോ ജസ്റ്റ് ഒരു കാര്യം കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയത്തില്ലേ. സോ അതേപോലെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യാൻ പറയാം. അതെ ഗൈസ് SKS ഓക്കെ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കിടുക്കം പോലത്തെ ഗണ്ണെന്ന് പറഞ്ഞാൽ SKS ആണ്. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാ മച്ചാന്മാരും ജസ്റ്റ് പ്ലീസ് ഗൈസ് താഴത്തെ ആ ഒരു കമൻറ്റ് ബോക്സിൽ പോയിട്ട് SKS എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടു കേട്ടോ. സോ അതിനു വേണ്ടിയിലാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതേപോലെ കേസ് ഞാൻ പറഞ്ഞല്ലോ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത്. 4 പേരിൽ എത്താൻ കുറച്ച് പാടുപെടും. സോ ഇനീഷ്യൽ സിറ്റുവേഷനിൽ ഇനീഷ്യൽ ടൈമിൽ എന്നെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. സോ അതുകൊണ്ട് അതാ എനിമിയല്ലടാ അവിടെ കിടക്കുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ഗ്ലൂ വാളോട് ഒരു എനിമി നോക്കിടപ്പെട്ട് അവനെ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞു മോനെ പുറകെ നല്ല കിടുക്കൻ അടിയിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയിട്ട് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്ലൂ വാളിൽ അവിടെ നല്ല കിടുക്കം പോലത്തെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒന്നും നോക്കുന്നില്ല, ഒരു പൂജാട്ടി ഇങ്ങനെ ഇട്ടിട്ട് എത്ര പേരുണ്ട് എന്ന് നോക്കാൻ വേണ്ടി നോക്കുന്നതാണ്. സോ അതവിടെ പോയിട്ടൊന്ന് ഹിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരുത്തനവിടെ കിടുക്കം പോലത്തെ അടിച്ച് ഒരു നോക്ക് എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇനിയാളുണ്ടല്ലേ വെയിറ്റ് ചെയ്യാം. ആ പൂച്ചാണ്ടിയാണെങ്കിൽ കിടുക്കം പോലത്തെ 5 ഡാമേജ് വെച്ച് വരുന്നുണ്ട്. അവനാണെങ്കിൽ സോണിലേക്ക് കയറണം, ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസിലേസ് എന്ന് പറയുന്ന പോലെ ലാസ്റ്റ് അവനുള്ള അടിച്ച് നല്ല കിടുക്കം പോലത്തെ സ്കോളിൽ പെടുത്തുണ്ടായിരുന്നു. വേർത്താണെങ്കിൽ കിടിലം പോലെ ഓടി വന്ന് ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഒളിച്ച് നിന്നാണ് അവനെ ഞാൻ അടിച്ച് കംപ്ലീറ്റ് ആക്കി. നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താ ഗ്ലൂ ആക്കി എടുക്കുന്നത്, എന്താ പരിപാടിയാണ് ചോദിച്ചിട്ട് ഇങ്ങ് വാ, അവിടെ നിൽക്കണ്ട വാ, എനിക്കവിടെ നോക്ക് ഇട്ടിട്ടുണ്ട്. ആ നോക്കും കൂടി എടുത്ത് നമുക്ക് ആ ഒരു കില്ലോടെ കംപ്ലീറ്റ് ആക്കാന്ന് വാ. എൻ്റെ 9ാമത്തെ കില്ലാണെന്നത് എവിടെ ആര് വരാൻ. എന്തായാലും ഗേസ് ആ ഒരു കില്ലെടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഓടി പോകുന്നുണ്ട്. ഓപ്പണാണ് എനിക്കറിയാം, അപ്പുറത്ത് നല്ല കിടുക്കം പോലത്തെ അടി കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ കില്ല് അത് മിസ്സാക്കാൻ എനിക്ക് തോന്നിയില്ല. സോ നൈസായിട്ട് ആ ഒരു കില്ലും കൂടെ എടുത്ത് നമ്മൾ ഈ ഒരു മാച്ച് മൊത്തം 9 കില്ല് എടുത്തിട്ടുണ്ട്. 13.7 റേറ്റിംഗ് ഗോൾഡ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു മാച്ചിനകത്ത് 7 പേര് സ്റ്റിൽ അലയവാണ്, 5 എനിമീസ് ഉണ്ട്, 2 ആൾക്കാർ 10 കേസ് നമ്മുടെ ടീമിൽ ഞാനും സുരേഷ് മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ല കിടുക്കം പോലത്തെ ഒരു പൊസിഷൻ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞല്ലോ ഗൈസ് കുറേ കാലത്തിന് ശേഷം കളിക്കുന്നതാണ്, അപ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നം ഉണ്ടായിരിക്കും. സോ ചില സമയത്ത് എനിക്ക് വെകിലി കളിയുണ്ട്, അതായത് നിന്ന സ്ഥലത്തേക്ക് നിൽക്കാൻ തോന്നത്തില്ല, അങ്ങ് ഓടി വിരകി അങ്ങ് കളിക്കും കേട്ടോ. അത് വല്ലാത്തൊരു പ്രശ്നമാണ്. എനിക്കൊരു കോൾ പോലും കൊടുക്കാൻ ഞാനിപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടൊക്കെ സത്യം പറയാലോ എന്ത് തേങ്ങയ്ക്ക് ഞാനത് ചെയ്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിക്കുള്ള പൊസിഷനിലൊക്കെ നിന്നാൽ പക്ഷേ എന്നാലും കുറച്ച് അഡ്വാൻസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ ആരും ഉണ്ടാവത്തില്ല, ഓക്കെ അതിനെപ്പത്തേക്ക് ആരും ഉണ്ടാകത്തില്ല, നല്ലൊരു കവറൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് 2 ഗ്ലൂ വാൾ എൻ്റെ അമ്മ പണി കിട്ടി. എന്നാൽ തിരിച്ചോടാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും തൊട്ട് മുമ്പിൽ ഒരു എനിമി, അവനാണേണ്ടല്ലോ ഒരു ഒടുക്കത്തെ പൂച്ചാണ്ട് കേസൊക്കെ, അതിൽ ഞാൻ വീണുപോയി. സത്യം പറയാം എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. ഈ ലാസ്റ്റ് സോണിൽ ടീമേറ്റിനെ ഒറ്റക്കാക്കി ഈ കാട്ടുവാഴേൻ്റെ കയ്യിൽ നിന്ന് അത് പൂച്ചാണ്ടിൻ്റെ കൈ കൊണ്ടൊക്കെ ചാവുക പറഞ്ഞു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, നല്ല പ്രഷർ സിറ്റുവേഷനാണ്. സിജോ ചേട്ടനോട് 1v2 സിറ്റുവേഷൻ, 2 എനിമീസ് ഉണ്ട്. ആ 2 എനിമീസും വേറെ ടീമേറ്റ് ആണോ അതോ ഒറ്റ ടീമാണോ എന്നുള്ള കോൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ ഇനീഷ്യൽ ആ ഒരു കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമാർ 2 പേരും വേറെ ടീമാണ്, ഒന്നും നോക്കട്ടെ തമ്മിലടുപ്പിക്കാൻ
അടിക്കാൻ വിട്ടാൽ മാത്രം മതി, കിടുക്കം പോലത്തെ കില്ല് കിട്ടി നമുക്ക് ഈ ഒരു മാച്ച് ബൂയി അടിക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ എത്ര പേരെ കേസ് 5 പേര് കേസ് ഓക്കെ 5 പേര് സ്പെക്ക് ചെയ്തിട്ടുണ്ട്. സിയോച്ചനാണെങ്കിൽ ലോല ത്രോ ബോൾസ് ഒക്കെ എറിഞ്ഞിട്ട് ആമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസഡ്വാൻറ്റേജ് ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ വഴിയെ പോകുന്നവരാണെങ്കിൽ പൂച്ചാണ്ടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്തായാലും പൂച്ചാണ്ടിയൊക്കെ വരുന്ന സമയത്ത് കേസ് കുറേ പേര് കണ്ടിട്ടുണ്ട് ഗ്ലൂ വാളിൻ്റെ അവിടെ നിന്നൊക്കെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ആ സാധനം അങ്ങ് പൊട്ടിച്ച് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ശരിക്കും ആ മണ്ടത്തരം കാണിക്കുന്നത് ഞാനാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഓടി അങ്ങ് രക്ഷപ്പെട്ട് കളയും. സോ എന്നെപ്പോലെ അങ്ങനെ ഓടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേസ്, നമുക്ക് നോക്കാം എത്ര പേര് എന്നെ പോലെ ഉണ്ടെന്ന്. പൈതവേ ഞാൻ മാത്രമേ എന്നെ പോലെ ഉള്ളതൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമമാകും കേട്ടോ. ആരും ഇല്ലെങ്കിലും ചുമ്മാ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണേ. ഓക്കെ എന്തായാലും ലാസ്റ്റ് നോക്കുന്ന സമയത്ത് 3 ആൾക്കാർ മൊത്തം സിയോ ഷട്ടോൾ 1v2 സിറ്റുവേഷൻ. ഓക്കെ എന്തായാലും അവർ തമ്മിലടിച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ 1v1 സിറ്റുവേഷൻ. സിയോച്ചൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കേസ് ഓസ്കാർ പവറിലെ കേസ് ഓടിപ്പോയി ഗ്ലൂ വാളൊക്കെ അടിച്ച് പൊട്ടിച്ച് എനിമീസിനൊക്കെ അപ്പത്തെ പറമ്പിലേക്ക് തെറിപ്പിച്ച് വിടുന്ന പവറില്ല, അത് തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത്. സോ ഒരു അഡ്വാൻറ്റേജ് നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് കേസ് ഒരു പൂച്ചാണ്ടിട്ട് നല്ല കിടുക്കുമ്പോഴത്തെ ഫൈറ്റ് അവിടെ നോക്കുന്ന സമയത്ത് ഒരു ഗ്ലൂ വാൾ മെൽറ്റർ അങ്ങ് ഇട്ടിട്ട് അവന്മാരെ അങ്ങ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തമ്മിൽ ഡാമേജ് ഒക്കെ കിട്ടി ഒരു ഒറ്റ മൈൻഡിൽ നേരെ പോയിട്ട് പവർ ഇട്ട് അടിച്ച് കേസ് ആ കിടുക്കുമ്പോഴത്തെ ബോയ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ വിഷയം കേട്ടോ. എന്തായാലും കേസ് ഇന്നത്തെ മാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കേസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ കിടുക്കം പോലത്തെ വീഡിയോ നാളെ കിടുക്കം പോലത്തെ വീഡിയോ കാണാം കേട്ടോ. ശരി ബൈ ഗൈസ്.